അത്താണിക്കൽ എന്ന ഗ്രാമത്തിന് എപ്പോഴും ഒരു പ്രത്യേക ശാന്തതയായിരുന്നു. ആ ശാന്തതയിലൂടെയാണ് ജാനകിയമ്മ എന്നും വൈകുന്നേരം നടക്കാനിറങ്ങാറുള്ളത്. വെള്ളമുണ്ടും നേരിയതും പുതച്ച് കയ്യിലൊരു ചെറിയ പേഴ്സുമായി അവർ നടന്നു നീങ്ങുമ്പോൾ ഗ്രാമത്തിന് അതൊരു ശീലമായി മാറിയിരുന്നു. അവരുടെ ലക്ഷ്യം പള്ളിക്ക് മുൻപിലെ വലിയ തണൽമരത്തിന് ചുവട്ടിലെ സിമന്റ് തറയാണ്. കാലപ്പഴക്കം ചെന്ന ആ പള്ളിയും അതിനു മുൻപിലെ പടർന്നു പന്തലിച്ച മരവും അവർക്ക് തണൽമരം മാത്രമല്ല, അനേകം ഓർമ്മകളുടെ കൂട്ടുകൂടിയായിരുന്നു. ജാനകിയമ്മയുടെ ലോകം അവരുടെ മകൻ വിനുവിലായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഒരു അപകടത്തിൽ വിനുവിനെ നഷ്ടപ്പെടുമ്പോൾ ജാനകിയമ്മയുടെ ജീവിതത്തിൽ ഇരുട്ട് പടർന്നു. പിന്നെ അവശേഷിച്ചത് ആകെ ഒരു ഫോട്ടോ മാത്രമാണ്. ഡിജിറ്റൽ ക്യാമറകളും മൊബൈൽ ഫോണുകളും വരുന്നതിന് മുൻപുള്ള കാലം. സ്റ്റുഡിയോയിൽ പോയി എടുത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുടെ നെഗറ്റീവ് പോലും കാലപ്രവാഹത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ഏക ചിത്രം അവർ തൻ്റെ പേഴ്സിൽ ജീവശ്വാസം പോലെ കൊണ്ടു നടന്നു. അന്ന് വൈകുന്നേരം പള്ളിയിലെ മഗ്രീബ് നമസ്കാരത്തിനുള്ള ബാങ്ക് വിളി ഉയർന്നു. ജാനകിയമ്മ മരച്ചൂട്ടിൽ നിന്ന് എഴുന്നേറ്റു. പള്ളിക്ക് മുൻപിലെ നേർച്ചപ്പെട്ടിയിൽ പണമിടുന്നത് അവരുടെ ഒരു പതിവാണ്. പേഴ്സ് തുറന്ന് പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ ഇടാനായി ഒരു 10 രൂപ നോട്ടെടുത്തു. പണമെടുത്ത് പെട്ടിയിലേക്ക് ഇട്ട നിമിഷം പേഴ്സിനുള്ളിൽ വിനുവിൻ്റെ ഫോട്ടോ വെച്ചിരുന്ന ആ ചെറിയ ഭാഗം അബദ്ധത്തിൽ തുറന്നുപോയി. 10 രൂപ നോട്ടിനൊപ്പം വിനുവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖമുള്ള ആ ഏക ചിത്രവും ഇരുമ്പ് പെട്ടിയുടെ ഉള്ളിലേക്ക് വീണു. അയ്യോ എൻ്റെ മോൻ! ജാനകിയമ്മയുടെ നിലവിളി കേട്ടാണ് പള്ളിമുറ്റത്തുണ്ടായിരുന്നവർ ഓടിക്കൂടിയത്. കാര്യമറിഞ്ഞപ്പോൾ പലർക്കും അതൊരു നിസ്സാര കാര്യമായി തോന്നി. നേർച്ചപ്പെട്ടിയിൽ പണം വീണാൽ പിന്നെ അത് മാസാവസാനമേ തുറക്കൂ ജാനകിയമ്മേ. സാരമില്ല, അടുത്ത മാസം എണ്ണുമ്പോൾ എടുക്കാമല്ലോ, പള്ളി കമ്മിറ്റിയിലെ ഒരാൾ പറഞ്ഞു. എന്നാൽ ജാനകിയമ്മയ്ക്ക് അത് വെറുമൊരു ചിത്രമായിരുന്നില്ല. മോനെ, അവനവിടെ ശ്വാസം മുട്ടിക്കിടക്കുക. ആ ഇരുട്ടിൽ അവന് പേടിയാകും. എനിക്കൊന്ന് എടുത്തു തരൂ. അവർ കൈകൂപ്പി കരഞ്ഞു. കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ നിയമങ്ങൾ നിരത്തി. പെട്ടി തുറക്കണമെങ്കിൽ ഭാരവാഹികൾ വരണം. ഇതിന് കൃത്യമായ കണക്കുണ്ട്. അനാവശ്യമായത് തുറക്കുന്നത് പള്ളിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. പണമല്ലല്ലോ നഷ്ടപ്പെട്ടത്, ഒരു ഫോട്ടോയല്ലേ. അതിനുവേണ്ടി ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? അവരുടെ ചോദ്യങ്ങളിൽ ലാഘവ ബുദ്ധി നിറഞ്ഞു നിന്നു. ജാനകിയമ്മ പള്ളിക്ക് മുൻപിലെ കല്ലിൽ തളർന്നിരുന്നു. ആ പെട്ടിക്കുള്ളിൽ തൻ്റെ മകൻ ശ്വാസം മുട്ടുകയാണെന്ന തോന്നൽ അവർ വിട്ടുപോയില്ല. നേരം ഇരുട്ടിയിട്ടും അവർ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. അവരുടെ കണ്ണുനീർ പള്ളിമുറ്റത്തെ മണലിൽ വീണ് കുതിർന്നു. രാത്രി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും വിശ്വാസികൾ ഓരോന്നായി പുറത്തേക്കിറങ്ങുകയായിരുന്നു. പള്ളിയുടെ പടികളിറങ്ങി വന്ന സിദ്ദിഖ് മുസ്ലിയാർ കണ്ടത് ആ ഇരുട്ടിൽ ഒരു നിഴലുപോലെ തളർന്നിരിക്കുന്ന ജാനകിയമ്മയാണ്. അവരുടെ തേങ്ങൽ ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിക്കുന്നുണ്ടായിരുന്നു. മുസ്ലിയാർ പള്ളി കമ്മിറ്റി ഓഫീസിലേക്ക് നടന്നു. അവിടെ ചില അംഗങ്ങൾ ഗൗരവമായ ചർച്ചയിലായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നത്? മുസ്ലിയാർ ചോദിച്ചു. അതൊന്നുമില്ല ഉസ്താദെ, ആ ജാനകിയമ്മയുടെ ഒരു പഴയ ഫോട്ടോ അബദ്ധത്തിൽ നേർച്ചപ്പെട്ടിയിൽ വീണു. അത് ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് കരയുകയാണ്. പെട്ടി തുറക്കാൻ കൃത്യമായ സമയമുണ്ടല്ലോ. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ? സെക്രട്ടറി തൻ്റെ കയ്യിലുള്ള കണക്ക് പുസ്തകത്തിൽ വിരലമർത്തി പറഞ്ഞു. മുസ്ലിയാർ അല്പനേരം അമ്മയെ നോക്കി നിന്നു. പിന്നെ സങ്കടത്തോടെ അവരോട് ചോദിച്ചു, ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നിയമങ്ങൾ അത്രമേൽ മുറുക്കി പിടിക്കണോ? ആ അമ്മയ്ക്ക് അതൊരു കഷ്ണം കടലാസല്ല, അവരുടെ മകനാണ്. പക്ഷെ ഉസ്താദെ, നേർച്ചപ്പെട്ടിക്കുള്ളിലെ ഓരോ നാണയവും പടച്ചവനുള്ളതാണ്. അത് തൊടുന്നത് സൂക്ഷിച്ചു വേണം. മാസാവസാനത്തെ കണക്കെടുപ്പ് കൂടാതെ അത് തുറക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാകും. മറ്റൊരു അംഗം തർക്കിച്ചു. മുസ്ലിയാരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ ആ കണ്ണുകളിൽ ദൃഢതയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ പെട്ടിയിലുള്ള പണം പടച്ചവൻ്റേതാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പടച്ചവന് പണമാണോ അതോ ഈ അമ്മയുടെ സമാധാനമാണോ പ്രധാനമെന്നത്? പടച്ചവൻ കരുണാനിധിയാണ്. തൻ്റെ ഒരു സൃഷ്ടി ഇത്രമേൽ വേദനിക്കുമ്പോൾ, തൻ്റെ സന്നിധിയിലെ ഒരു ഇരുമ്പ് പെട്ടിക്ക് മുന്നിൽ ഒരു വൃദ്ധ കൈകൂപ്പി നിൽക്കുമ്പോൾ, നിയമങ്ങളുടെ പേരും പറഞ്ഞ് നാം മുഖം തിരിക്കുന്നത് ദൈവത്തോടുള്ള നന്ദികേടാണ്. ഈ അമ്മയുടെ ഒരു തുള്ളി കണ്ണുനീർ ഈ പെട്ടിയിലുള്ള എല്ലാ പണത്തേക്കാളും ഭാരമുള്ളതാണ് പടച്ചവൻ്റെ കോടതിയിൽ. ആ വാക്കുകൾ ആ മുറിയിലുണ്ടായിരുന്നവരെ നിശബ്ദരാക്കി. മുസ്ലിയാർ തുടർന്നു. നിയമങ്ങൾ മനുഷ്യൻ്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യനെ ശ്വാസം മുട്ടിക്കാൻ പാടില്ല.
ഈ അമ്മയുടെ മകൻ ആ ഇരുട്ടിൽ ശ്വാസം മുട്ടുന്നു എന്നവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുക എന്നത് എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. മുസ്ലിയാർ തന്നെ പോയി പെട്ടിയുടെ പൂട്ടുകൾ തുറന്നു. ഇരുമ്പ് പെട്ടി തുറന്നപ്പോൾ നാണയങ്ങളോട് കിലുക്കം കേട്ടു. പൊടി പിടിച്ച ആ കറുത്ത പശ്ചാത്തലത്തിൽ നോട്ടുകൾക്കിടയിൽ ആ ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മിന്നിത്തിളങ്ങി. മുസ്ലിയാർ അത് അതീവ ജാഗ്രതയോടെ എടുത്തു. തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം കൊണ്ട് അതിലെ പൊടി തുടച്ചു മാറ്റി. പുറത്ത് കാത്തിരുന്ന ജാനകിയമ്മയുടെ അടുത്തേക്ക് അദ്ദേഹം നടന്നു. വിറയ്ക്കുന്ന കൈകളോടെ ജാനകിയമ്മ ആ ചിത്രം വാങ്ങി നെഞ്ചോട് ചേർത്തു. അവർ മുസ്ലിയാരുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടത്തിൽ 1000 നന്ദി വാക്കുകൾ ഉണ്ടായിരുന്നു. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും വീഴുന്ന നേർത്ത വെളിച്ചത്തിൽ ആ അമ്മയുടെ മുഖത്തുണ്ടായ ആശ്വാസം കാണുമ്പോൾ നിയമങ്ങളെക്കാൾ വലുത് സ്നേഹമാണെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ബോധ്യമായി. ഫോട്ടോ കിട്ടിയ ആ രാത്രിക്ക് ശേഷം ജാനകി അമ്മയുടെയും സിദ്ദിഖ് മുസ്ലിയാരുടെയും ജീവിതം മാറ്റത്തിൻ്റെ പാതയിലായിരുന്നു. ജാനകി അമ്മയ്ക്ക് ആ ഫോട്ടോ വെറുമൊരു ചിത്രമായിരുന്നില്ല, അതവരുടെ ഏക തുണയായിരുന്നു. അത് തിരികെ നൽകിയ മുസ്ലിയാർ അവർക്ക് വെറുമൊരു മതപുരോഹിതനുമായിരുന്നില്ല. പിറ്റേന്ന് വൈകുന്നേരം മരുന്നുകളടങ്ങിയ ഒരു ചെറിയ കവറുമായി മുസ്ലിയാർ ജാനകി അമ്മയുടെ വീട്ടുമുറ്റത്തെത്തി. ഇടവഴിയിൽ പടർന്നു നിൽക്കുന്ന കാട്ടുചെടികൾക്കിടയിലൂടെ ആ കൊച്ചു വീട് ഒരു കാലത്ത് ബിനുവിൻ്റെ ചിരികളാൽ മുഖരിതമായിരുന്നു. ഇപ്പോൾ അവിടെ നിശബ്ദത മാത്രം. അമ്മേ, മുസ്ലിയാരുടെ വിളി കേട്ട് ജാനകി അമ്മ ഉമ്മറത്തേക്ക് വന്നു. അവരുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയിൽ ഒരു മകനെ കണ്ടുമുട്ടിയ അമ്മയുടെ തിളക്കമുണ്ടായിരുന്നു. ആ മോനെ, നീ വന്നോ മോനെ? ആ ചോദ്യത്തിൽ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുണ്ടായിരുന്നു. മുസ്ലിയാർ അകത്തു കയറി നിന്നു. അദ്ദേഹം അവർക്ക് ശ്വാസം മുട്ടിനുള്ള മരുന്നുകളും കടയിൽ നിന്ന് വാങ്ങിയ കുറച്ച് പലഹാരങ്ങളും നൽകി. ജാനകിയമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ചായ കുടിക്കുമ്പോൾ അവർ വിനുവിനെക്കുറിച്ച് സംസാരിച്ചു. അവൻ്റെ വികൃതികളും പഠനവും ആഗ്രഹങ്ങളും മുസ്ലിയാർ ഒരു നല്ല കേൾവിക്കാരനായി കേട്ടിരുന്നു. പലപ്പോഴും ആ സംസാരത്തിനിടയിൽ ജാനകി അമ്മയുടെ കൈകൾ അറിയാതെ മുസ്ലിയാരുടെ കൈകളിൽ അമരും. ആ സ്പർശനത്തിൽ നഷ്ടപ്പെട്ട മകൻ്റെ ചൂട് അവർ തിരയുകയായിരുന്നു. നാട്ടുകാർക്കിടയിൽ ഇതൊരു അത്ഭുതമായി മാറി. പള്ളിയിലെ ഉസ്താദ് ജാനകി അമ്മയുടെ വീട്ടിലെത്തുന്നത് ചിലർ നെറ്റി ചുളിച്ചു നോക്കി. എന്നാൽ മുസ്ലിയാർ അത് കാര്യമാക്കിയില്ല. നന്മയ്ക്ക് ജാതിയില്ലമ്മേ, വിശപ്പും വേദനയും എല്ലാവർക്കും ഒന്നു തന്നെയല്ലേ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. മഴക്കാലത്ത് ചോരുന്ന ജാനകിയമ്മയുടെ പുരമേയാൻ മുൻകൈയെടുത്തതും രാത്രിയിൽ അവർക്ക് അസുഖം വന്നപ്പോൾ ആശുപത്രിയിലെത്തിച്ചതും മുസ്ലിയാരായിരുന്നു. മുസ്ലിയാർക്ക് അവർ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കരുതി വെച്ചു. തൻ്റെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ജോഡി മുണ്ടും ഷർട്ടും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. മതാചാരങ്ങളുടെ കടുപ്പമുള്ള മതിലുകൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ പച്ചപ്പുള്ള ഒരു വലിയ തണൽമരം ആ ബന്ധത്തിലൂടെ വളർന്നു പന്തലിച്ചു. പള്ളിയിലെ ബാങ്ക് വിളികൾക്കൊപ്പം തന്നെ ജാനകിയമ്മയുടെ പൂമുഖത്തെ നിലവിളക്കിൻ്റെ വെളിച്ചവും മുസ്ലിയാർക്ക് പ്രിയപ്പെട്ടതായി മാറി. വർഷങ്ങൾ അതിൻ്റെ വേഗതയിൽ ഒഴുകി. ഒരു കർക്കിടക മാസത്തിലെ തണുപ്പുള്ള പുലരിയിൽ അത്താണിക്കൽ ഗ്രാമം ഉണർന്നത് ജാനകിയമ്മയുടെ മരണവാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഉമ്മറത്തെ ചാരുകസേരയിൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ചിത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ ഉറക്കത്തിലെന്ന പോലെ യാത്രയായി. ആ മുഖത്ത് ഒരു വലിയ സമാധാനം ബാക്കിയുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് നാട്ടുകാരും അകന്ന ചില ബന്ധുക്കളും അവിടെ ഒത്തുകൂടി. മക്കളില്ലാത്ത ജാനകിയമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ആരു ചെയ്യുമെന്ന കാര്യത്തിൽ ബന്ധുക്കൾക്കിടയിൽ ചെറിയ തർക്കങ്ങൾ ഉടലെടുത്തു. വീടിൻ്റെയും പറമ്പിൻ്റെയും അവകാശത്തെ ചൊല്ലിയുള്ള അടക്കം പറച്ചിലുകൾക്കിടയിൽ ആ അമ്മയുടെ അന്ത്യയാത്ര ഒരു ഭാരമായി പലർക്കും തോന്നി. ആ നിമിഷമാണ് സിദ്ദിഖ് മുസ്ലിയാർ അവിടേക്ക് എത്തിയത്. മുസ്ലിയാരെ കണ്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. അദ്ദേഹം നേരെ ജാനകിയമ്മയുടെ അരികിലേക്ക് നടന്നു. ആ വയോധികയുടെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കുമ്പോൾ മുസ്ലിയാരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കർമ്മങ്ങൾ തടസ്സമില്ലാതെ നടക്കണം, അതിന് വേണ്ടതെല്ലാം ഞാൻ നോക്കിക്കോളാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു മകൻ്റെ അധികാരവും വേദനയും ഉണ്ടായിരുന്നു. മുസ്ലിയാർ ആർക്കും നിർദ്ദേശങ്ങൾ നൽകാനല്ല വന്നത്, മറിച്ച് തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ വന്ന മകനെ പോലെയാണ് പെരുമാറിയത്. ഹിന്ദു ആചാരപ്രകാരം ചെയ്യേണ്ട കർമ്മങ്ങൾക്കായി അദ്ദേഹം പൂജാരിയെയും മറ്റും ഏർപ്പാടാക്കി. വിറകും പുഷ്പങ്ങളും എല്ലാം അദ്ദേഹം നേരിട്ട് മേൽനോട്ടം വഹിച്ചെത്തിച്ചു. പള്ളിയിലെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ആ വീട്ടിൽ തന്നെ നിലയുറപ്പിച്ചു. ജാനകി അമ്മയുടെ മൃതദേഹം ചിതയിലേക്ക് എടുത്തുയർത്തുമ്പോൾ ദൂരെയല്ലാതെ മാറി നിന്ന് വിതുമ്പുന്ന മുസ്ലിയാർ ആ ഗ്രാമത്തിന് സ്നേഹത്തിൻ്റെ പുതിയൊരു പാഠമായിരുന്നു. ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ ഉയർന്നു പൊങ്ങിയ പുകപടലങ്ങൾക്കിടയിൽ നോക്കി നിൽക്കെ ജാനകിയമ്മയുടെ ഒരു പഴയ ബന്ധു മുസ്ലിയാരുടെ അടുത്തേക്ക് വന്നു. ജാനകിയമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ ഡയറിയും ആ ഫോട്ടോയും
അദ്ദേഹം മുസ്ലിയാരെ ഏൽപ്പിച്ചു. ഡയറിയുടെ അവസാന താളിൽ വിറയ്ക്കുന്ന കൈപ്പടിയിൽ ജാനകിയമ്മ ഇപ്രകാരം കുറിച്ചിരുന്നു: എൻ്റെ വിനുവിന് ശേഷം എനിക്ക് ലഭിച്ച മകനാണ് സിദ്ദിഖ്. എൻ്റെ മരണം കഴിഞ്ഞാൽ ഈ ചിത്രം അവന് നൽകണം. എൻ്റെ മകൻ അവൻ്റെ കൈകളിൽ സുരക്ഷിതനായിരിക്കും. അതൊരു ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ചിത്രമല്ല, ഒരു അമ്മയുടെ ജീവനാണ്. ആ ചിത്രം കയ്യിലെടുക്കുമ്പോൾ മുസ്ലിയാർ ഓർമ്മിച്ചത് വർഷങ്ങൾക്ക് മുൻപ് പള്ളിയിലെ നേർച്ചപ്പെട്ടി തുറന്ന് ആ ഫോട്ടോ എടുത്തു നൽകിയ ആ രാത്രിയാണ്. അന്ന് തുടങ്ങിയ ആ ബന്ധം മരണത്തിനും അപ്പുറത്തേക്ക് വളർന്നിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അത്താണിക്കൽ പള്ളിയിലെ ബാങ്ക് വിളികൾക്കൊപ്പം തന്നെ ജാനകിയമ്മയുടെ വീട്ടുമുറ്റത്തെ തുളസിത്തറയിലും ഇപ്പോൾ ഒരു ദീപം തെളിയുന്നുണ്ട്. അത് തെളിക്കുന്നത് മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ആ ഗ്രാമത്തിലെ ചില യുവാക്കളാണ്. വൈകുന്നേരങ്ങളിൽ പള്ളിമുറ്റത്തെ ആ തണൽമര ചുവട്ടിലൂടെ നടന്നു പോകുമ്പോൾ സിദ്ദിഖ് മുസ്ലിയാരുടെ പോക്കറ്റിൽ വിനുവിൻ്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇപ്പോഴുമുണ്ട്. ആ ഗ്രാമത്തിലെ കാറ്റിൽ ഇപ്പോഴും ഒരു അമ്മയുടെ വാത്സല്യവും ഒരു മകൻ്റെ കരുതലും സ്നേഹനിഴലായി പടർന്നു നിൽക്കുന്നു. അത്താണിക്കൽ ഗ്രാമത്തിലെ ആ തണൽമരം ഇപ്പോഴും അവിടെയുണ്ട്. ജാനകിയമ്മയുടെ സ്നേഹവും സിദ്ദിഖ് മുസ്ലിയാരുടെ കരുണയും ആ മരത്തിൻ്റെ വേരുകൾ പോലെ ഗ്രാമത്തിൻ്റെ മണ്ണിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. മതാചാരങ്ങൾക്കും നിയമങ്ങൾക്കും അപ്പുറം സ്നേഹത്തിൻ്റെ ഒരു വലിയ നിയമമുണ്ടെന്ന് ആ അമ്മയും മകനും ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഓരോ വർഷവും ജാനകിയമ്മയുടെ ഓർമ്മ ദിനത്തിൽ ഗ്രാമവാസികൾ ജാതി മതഭേദമന്യേ ഒന്നിച്ചുകൂടുന്നു. അവിടെ വിതരണം ചെയ്യപ്പെടുന്ന മധുര ഫലഹാരങ്ങൾക്ക് ജാനകിയമ്മയുടെ വാത്സല്യത്തിൻ്റെ രുചിയുണ്ട്. സിദ്ദിഖ് മുസ്ലിയാർ തൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ പഴയ ചിത്രം ഇന്നൊരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ഐക്യത്തിൻ്റെ അടയാളമാണ്. മനുഷ്യർ പണിയുന്ന മതിലുകളെല്ലാം സ്നേഹത്തിൻ്റെ ഒരു നേർത്ത കാറ്റിൽ തകർന്നു വീഴുമെന്നും ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഭാഷയോ മതമോ തടസ്സമല്ലെന്നും ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ സ്നേഹനിഴലിൽ ഇനിയും അനേകം ഹൃദയങ്ങൾ തണൽ തേടിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുതേ. മറ്റൊരു പുതിയ സ്റ്റോറിയുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.